നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യൂറോ കപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇന്നലെ ആരംഭിച്ചല്ലോ. ഇന്നലെ തന്നെ മികച്ച പോരാട്ടങ്ങൾ നമ്മൾ കണ്ടു. ഇറ്റലിയെ പറഞ്ഞു വിട്ടുകൊണ്ട് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നെങ്കിൽ ഡെൻമാർക്കിനെ വീഴ്ത്തിക്കൊണ്ട്, ഡെൻമാർക്കിനെ മറികടന്നുകൊണ്ട് ജർമ്മനി ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മളെ കാത്തിരിക്കുന്ന രണ്ട് പോരാട്ടങ്ങളാണ്. ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് സ്ലോവാക്യക്കെതിരെ കളിക്കുന്നത്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു കൺവിൻസിങ് ആയിട്ടുള്ള പ്രകടനമായിരുന്നില്ല ഗ്രൂപ്പ് സ്റ്റേജിൽ കളിച്ചത് എന്നുള്ളത് കൊണ്ട് അവർക്ക് മികവിലേക്ക് എത്തിയേ പറ്റൂ. വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ അവരുടെ നാട്ടിൽ നിന്നുള്ള എക്സ്പേർട്ടുകൾ തന്നെ ഇപ്പോൾ ടീമിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗാരറ്റ് സൗത്ത്ഗേറ്റിനും സംഘത്തിനും വിജയിച്ചേ പറ്റൂ, മുന്നോട്ട് പോയേ പറ്റൂ, അല്ലെങ്കിൽ വിമർശനങ്ങൾ അതിൻ്റെ പരകോടിയിലേക്ക് എത്തുകയും ചെയ്യും. ഇംഗ്ലണ്ട് വേഴ്സസ് സ്ലോവാക്യ മത്സരം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30. പിന്നെ ഇന്നത്തെ അടുത്ത മത്സരം നോക്കുക. ജോർജിയ സ്പെയിനെതിരെ കളിക്കുന്നു രാത്രി 12:30. സ്പെയിന് ഈ യൂറോ കപ്പിൽ ഏറ്റവും മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തി മുന്നോട്ട് കയറി വന്ന ടീമാണ്. അതേസമയം ജോർജിയ ആവട്ടെ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും വിസ്മയിപ്പിച്ച് മുന്നോട്ട് കയറി വന്ന ടീമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ജോർജിയൻ താരം പറയുകയുണ്ടായി, സ്പാനിഷ് ദേശീയ ടീമിനേക്കാൾ മികച്ച ഒരാൾ ഞങ്ങളുടെ ടീമിലുണ്ട്, ആ ടീമിനേക്കാൾ ഈ ഒറ്റ താരം മികച്ചവനാണെന്ന്. കിച്ച കാരസ്കേലിയെ കുറിച്ച് അങ്ങനെ പറയുകയുണ്ടായി. കിച്ചയുടെ പ്രകടനം എല്ലാവർക്കും അറിയാം. പക്ഷെ കിച്ചയുടെ പ്രകടനം മാത്രം മതിയാവുമോ? അതല്ല, പോർച്ചുഗലിനെ വീഴ്ത്തിയതിൻ്റെ ആത്മവിശ്വാസം മാത്രം മതിയാവുമോ സ്പെയിനിനെ വീഴ്ത്താൻ എന്നുള്ളതൊരു ചോദ്യമാണ്. സ്പെയിൻ അത്രയും മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രണ്ട് തകർപ്പൻ പോരാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.